ഫ്രണ്ട്സ്, ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ എന്താണെന്നോ, പിടിയാണ്. പിടി രണ്ട് വിധത്തിൽ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ നമ്മൾ പാല് വെച്ചിട്ട് കാച്ചിയെടുക്കണം. പാല് കാച്ചാൻ വെക്കണം കേട്ടോ. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, പാല് വെക്കുന്നതിന് മുമ്പ് ഒന്ന് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് കണ്ട ഉരുട്ടിയെടുക്കണം. ബോളാക്കിയിട്ട് നമ്മൾ ഒരു കപ്പ് അരിപ്പൊടി, നല്ല വറുത്ത അരിപ്പൊടി എടുത്തത്, അതായത് ഇടിയപ്പത്തിൻ്റെ പരുവത്തിലുള്ള 10 ഇടിയപ്പത്തിനുണ്ടാക്കുന്ന പരുവത്തിലുള്ള അരിപ്പൊടി നമ്മൾ എടുത്തിട്ട് നമ്മൾ കുഴച്ചിട്ട് ഇടിയപ്പത്തിൻ്റെ അതേ പരുവത്തിൽ തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ച് ഉപ്പും തേങ്ങ ചിരകിയതും കുറച്ച് ജീരകവും എന്താ പറയുക വെളുത്തുള്ളിയും കൂടെ അരച്ച് അതിനകത്ത് ഒഴിക്കണിട്ട് തേങ്ങയും കൂടി ഇട്ട് കുഴച്ചെടുക്കണം. കുഴച്ച് ഉരുളയാക്കിയിട്ട് ചെറിയ ബോളാക്കി അതിങ്ങനെ ആവി കയറ്റി വയ്ക്കണം. തിളച്ച വടി ആവി കയറ്റാതെ ഡയറക്റ്റായിട്ട് ഇട്ടുണ്ടാക്കാം. പക്ഷേ ഇതിപ്പോൾ ഞാൻ ബോളാക്കി എടുത്താണ്. ബോളാക്കി 2 വിധത്തിലും എടുക്കാം. ഇതാകുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് അങ്ങോട്ട് കുക്കാവും കേട്ടോ. അതേ അപ്പോൾ പാല് നമ്മൾ തിളയ്ക്കാൻ വെച്ചിരിക്കുക. പാല് നമ്മൾ തിളച്ച് കഴിയുമ്പോഴത്തേക്കും ചിലർ പച്ചവെള്ളത്തിലും ഉണ്ടാക്കാം, 2 വിധത്തിലും ഉണ്ടാക്കാം, വെള്ളത്തിലും ഉണ്ടാക്കാം കേട്ടോ. വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഇതിനാണ്. പാലങ്ങ് തിളച്ച് വരുമ്പോൾ പെട്ടെന്നാവുന്ന ഒരു ഇപ്പോൾ പിടിയും കോഴിക്കറിയും സ്പെഷ്യലാണ് കേട്ടോ. കോഴി വറുത്തരയും ഉണ്ടാക്കാം, പിന്നെ കോഴിയുടെ ചില്ലി ചിക്കനും പിടിയുമായിട്ടും കഴിക്കാം. പെട്ടെന്ന് റെഡിയാവും കേട്ടോ. ഇതാണ് അതങ്ങ് കുറയും എല്ലാ ഭാഗമായിരുന്നു പാട്. കാരണം നമ്മൾ ഈ ബോള് കുക്ക് ചെയ്ത് വെച്ചുകൊണ്ട് പെട്ടെന്നാവും. ബോള് കുക്ക് ചെയ്യാതെ വെച്ചാൽ അത്ര എക്സ്പെർട്ടായിട്ടല്ലെങ്കിൽ അത് ആ ബോളങ്ങ് അലുത്ത് പോകും. അപ്പം നമ്മൾ ബോള് ആവി വെച്ച് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ കഴിക്കാൻ നല്ല ഒരു ഐറ്റമാണ് കേട്ടോ. പെട്ടെന്നാവും ഇത്. ഭയങ്കര ടേസ്റ്റായി. ഇതൊന്ന് കുറുകി വന്നൊന്ന് ആടി കഴിയുമ്പോൾ ഇല്ല നമ്മളെടുത്ത് കഴിക്കുക. ഇത് ഭയങ്കര ഇതിപ്പോൾ ഞാൻ പച്ചരി കൊണ്ടാണ്. നമ്മൾ ഉണക്കലരി പൊടിച്ച് വറുത്ത് ഉണ്ടാക്കി അതിലും ടേസ്റ്റായിരിക്കും കേട്ടോ ഉണക്കലരി. അത് ഈ വടക്കോട്ടൊക്കെ ഉണക്കലരി ധാരാളം കിട്ടും. അത് നമ്മൾ നാളെ ചെറുപ്പത്തിലേക്ക് കഴിക്കുന്ന മെയിൻ ആഹാരം ഇത്. പിടിയും കോഴിക്കറി അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല കോംബോ. ഇതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും